ഹലോ, ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ്. എത്ര തിരക്കുണ്ടെങ്കിലും ജോലി തിരക്കിനിടയിലും ഞാൻ മാസത്തിൽ 2 തവണ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്തത് ഫ്രിഡ്ജിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു. വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇന്ന് വാങ്ങിയതാണ്. ആക്ച്വലി ഫ്രിഡ്ജ് കാലിയായിരുന്നു. അപ്പോൾ അത് എല്ലാം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. മിനിമം ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നത്. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു. അതിലേക്ക് ഒരു ചെറുനാരങ്ങ, 1.5 ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തത്. അത് നല്ലോണം പിഴിഞ്ഞതിന് ശേഷം അരിച്ചെടുത്തു. അരിച്ചെടുത്ത വെള്ളമാണിത്. അതിന് ശേഷം നല്ലൊരു ടവല്, നല്ല നീറ്റായിട്ടുള്ളൊരു ടവല് ആ വെള്ളത്തിൽ മുക്കി നല്ല അതിൻ്റെ എല്ലാം മുക്കും മൂലയൊക്കെ അരിച്ച് പെറുക്കി തുടയ്ക്കും ഞാൻ. കാരണം നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വെക്കുമ്പോൾ ഒരു ഇത്തിരി പോലും അണുക്കൾക്ക് കയറാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ തുടച്ചെടുത്തു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ തീരെ ചളി ആദ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത്. ഞാൻ 5 വർഷമായി, 6 വർഷത്തിൻ്റെ അടുത്തായി ഞാൻ എൻ്റെ ഈ ഫ്രിഡ്ജ് വാങ്ങിയിട്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടാൽ നമുക്ക് തോന്നുമോ? അതാണ് ഞാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും തീരെ ചളിയില്ല എന്നുള്ളത്. പക്ഷെ സൈഡിലൊക്കെ തുടച്ചപ്പോൾ വന്നത് കണ്ടോ, ടവലിലൊക്കെ അതിൻ്റെ ആ ഒരു ചളി ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ 2 പ്രാവശ്യമെങ്കിലും മാസത്തിൽ ഇങ്ങനെ ചെയ്യണം. എന്നതിന് ശേഷം ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കും. വെജിറ്റബിൾസ് ആണെങ്കിലൊക്കെ എല്ലാ സാധനങ്ങളും ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നത് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷമാണ്. എന്നിട്ട് എടുക്കുമ്പോൾ ഒന്നുകൂടെ വാഷ് ചെയ്യും. കാരണം ഇന്ന് അത്ര വിഷം അടിച്ചിട്ടുള്ള സാധനങ്ങളാണല്ലോ വരുന്നത്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കെയറിങ് നമ്മൾ കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ സാധനങ്ങളും കഴുകി വെച്ചതെല്ലാം ഞാൻ ഒരു പാത്രത്തിലാക്കി അടച്ച് വെച്ച് അതിലേക്ക് വെക്കുകയാണ്. പിന്നെ ഇത് 3 തരം അച്ചാറാണ്. ഞങ്ങളിവിടെ അച്ചാറിൻ്റെ ആളാണ്, ഞാനും കണ്ണനും. വെളുത്തുള്ളി, മാങ്ങ, നാരങ്ങ, ഇങ്ങനെ 3 തരം അച്ചാറാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇതിൽ ഫ്രിഡ്ജിൽ അച്ചാർ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ കോഴിമുട്ട നമുക്ക് എപ്പോഴും എല്ലാവരുടെ ഫ്രിഡ്ജിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മുടെ ഫ്രിഡ്ജിലില്ല. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഇത് കണ്ണന് വേണ്ടിയിട്ട് ജാമും ബ്രെഡും ഒക്കെ എപ്പോഴും ഉണ്ടാവും. വൈകുന്നേരം അവൻ സ്കൂളിട്ട് വരുമ്പം ഞാൻ ജോലി കഴിഞ്ഞ് വരാൻ ലേറ്റ് ആവുമല്ലോ, അപ്പോൾ അവൻ എടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. പിന്നെ നമ്മൾ ആ ഒരു 2 വെജിറ്റബിൾസിൻ്റെയും കൂടെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴുകിയിട്ട് അതിലേക്ക് ഇട്ടു. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെറുനാരങ്ങ, ഇഞ്ചീൻ്റെ വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഇഞ്ചി വാങ്ങിയിട്ടുള്ളൂ. നാളികേരമൊക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ടാണ് പൊട്ടിച്ചതൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത്. പുതിയ ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ബൈ.